ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, നിങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞു, ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകണമല്ലോ എന്ന് കരുതി ഫ്രണ്ട്സിനെയൊക്കെ കാണാമെന്ന് വെച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും. നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച, സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഉത്തര പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? വേറെ ഒന്നുമല്ല, ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞുള്ള നിങ്ങളുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഫീലിങ്സ്? അപ്പം എന്തായിരുന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരുന്ന മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന മാർക്കിനേക്കാൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായ മാർക്കായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കാം, ഫെയിൽ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇതിലേതെങ്കിലും ഒരു റിസൾട്ട് ആയിരിക്കും എന്തായാലും ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയായിരുന്നാലും എനിക്കൊരു 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതായത് എല്ലാവരും നിങ്ങളോട് ഓണപ്പരീക്ഷ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏത് പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളോട് ഒന്ന് ചോദിക്കുന്ന കാര്യമുണ്ട്, എത്രയാണ് മാർക്ക്, അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടും, എന്തൊക്കെ മാർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയില്ലേ. ഞാൻ ആരോടും നിങ്ങളുടെ മാർക്ക് എന്താണെന്ന് ചോദിക്കുന്നില്ല. പകരം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്നല്ല, എത്ര ചോദ്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. ഇത് ഞാനിവിടെ ചേർക്കാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ലാന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം. കാരണം നമ്മുടെ പരീക്ഷയ്ക്കൊന്ന് പല ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെയാണ് വരിക, ഞാൻ പഠിച്ച എക്കണോമിക്സ് ഒന്നും ഇങ്ങനെയല്ല, എൻ്റെ എക്കണോമിക്സ് ഇങ്ങനെയല്ല, ഇത് വേറെ ഏത് എക്കണോമിക്സിന് എന്ന് വരെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് കാരണമായ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ തന്നെ മുൻപ് ഈ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾ എന്തായാലും നല്ലൊരു എന്താ പറയുക, ഭയങ്കര വിഷ്വലി ഒരു നല്ല കലാകാരനായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഒരു സ്റ്റെപ്പ് പോലെയാണല്ലേ, ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന പോലെയാണ് ഡാറ്റയൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോഡലാണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ. ഒരുപക്ഷെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ടി സിയും ടി എഫ് സിയും അതേപോലെ ടി ബി സി ഒക്കെ കാണാൻ അറിയുകയും ചെയ്യും, എന്നിട്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയായിരുന്നു, അതവിടെ നിൽക്കട്ടെ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കി, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന ചോദ്യം തന്നെ ഇത്. നമ്മുടെ ടി യു എം യു കാണും. ഇതിനെന്താ സാറേ ഇത്ര വലിയ അത്ഭുതം, ടി യു എം യു കാണാൻ ഞങ്ങൾ പഠിച്ചല്ലേ. പക്ഷെ നിങ്ങൾ ടി യു എം യു ഒക്കെ കാണാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാവും, ഒരിക്കൽ പോലും ക്വാണ്ടിറ്റി 0 തന്നിട്ട് നമ്മൾ ടി യു എം യു കാണാൻ പഠിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല. എന്താ കാരണം, നമ്മൾ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. അവിടെയൊന്നും ഈ 0യെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, 0 നമുക്കൊരു യൂട്ടിലിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും പൊതുവെ വരുന്ന ഡൗട്ടാണ്, ചേട്ടാ ഇതിപ്പോൾ എത്ര ഇതിൻ്റെ വാല്യൂ വരാണ്. ഇതിൻ്റെ വാല്യൂ എക്സാക്ട്ലി എങ്ങനെ വരിക, ഫസ്റ്റ് കോളം ബ്ലാങ്ക് തന്നെയാണ്. കാരണം എന്താ, ഒരു സാധനം ഉപയോഗിക്കാതെ ഒരു യൂട്ടിലിറ്റിയും കിട്ടില്ല, അവിടെ ബ്ലാങ്ക് തന്നെ വരാം. രണ്ടാമത്തെ കോളം 8 വരുന്നു, പിന്നെ 8 7 15 വരുന്നു, 15 5 20 വരുന്നു, 20 2 22, എഗെയിൻ 22. ഇങ്ങനെയായിരുന്നു ഇതിന്റെ വാല്യൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ തെറ്റിയിട്ടുണ്ടാകും. എന്തായിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ഒരു ക്വസ്റ്റ്യനും കുഴപ്പമില്ല, നമുക്കൊരു ആവറേജ് എന്നൊക്കെ പറയാം അല്ലേ. ഇനിയാണ് മക്കളെ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. നോക്കിക്കോട്ടോ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ സ്കൂളുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ 12 13 ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന 12 13 ചോദ്യങ്ങളുണ്ട്. അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ, 2 മാർക്കേ ഉള്ളൂ, ആകെ 2 മാർക്കുള്ള ചോദ്യങ്ങൾക്ക്. പക്ഷേ ഈ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചോദ്യങ്ങൾക്ക് എന്തോ പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോട്ടോ. 12ാമത്തെ ചോദ്യമാണ്, സപ്പോസ് യുവർ ഫ്രണ്ട് ഈസ് ഇൻഡിഫറൻറ്റ് ടു ദ ബണ്ടിൽസ് 4 5 ആൻഡ് 5 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈസ് ദ പ്രിഫറൻസ് ഓഫ് യുവർ ഫ്രണ്ട് മോണോട്ടോണിക്. അതായത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ പ്രിഫറൻസ് മോണോട്ടോണിക് ആണെന്ന് ചോദിച്ചത്. അതായത് എന്താ അവിടെ സൂചിപ്പിച്ചത്, നിങ്ങൾ മോണോട്ടോണിക് പ്രിഫറൻസും പഠിച്ചിട്ടുണ്ട്, അതേപോലെ ഇൻഡിഫറൻസ് കാർവും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻഡിഫറൻസ് കാർവ് പറഞ്ഞാൽ സാറേ ഇങ്ങനെയല്ല വരയ്ക്കുക, ഇത് ഞങ്ങൾക്ക് അറിയുന്നില്ലേ, പക്ഷെ ഞങ്ങളുടെ ചോദ്യം ഇങ്ങനെയല്ല വന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യം ഇങ്ങനെയല്ല വന്നത്, എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളോട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ മോണോട്ടോണിക് ആണോ എന്ന് ചോദിച്ചല്ലേ. അതായത് മക്കളെ, ഈ ലെവൽ ചോദ്യങ്ങളെയാണ് നമ്മൾ എന്താ പറയാം, ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ എന്ന് പറയാം. ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം. ഈ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു, അതിനെ പ്രായോഗിക തലത്തിൽ എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ആപ്ലിക്കേഷൻ ലെവലിൽ എത്തിച്ചുകൊണ്ടുള്ള ചോദ്യമായിരുന്നു 12ാമത്തെ ചോദ്യം. പോട്ടെ, 12ാമത്തെ ചോദ്യം അത് നമ്മൾ വിട്ടു, 2 മാർക്കല്ലേ, പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ തൊട്ടുതാഴെ 13ാമത്തെ ചോദ്യം നോക്കിയേ, അത് അതിലും വലിയ ചോദ്യമാണ്. 2 ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ എന്താ പറയുക, 2 മാർക്കിനാണ് 2 ടേബിൾ തന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികൾ A, B എന്നിവയിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വരുമാനവും ഡിമാൻഡ് തന്നിട്ടുള്ളത് അല്ലേ. വരുമാനവും ഡിമാൻഡ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത് 2 ടൈപ്പ് ഗുഡുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. വരുമാനം 100 ആകുന്നു, അപ്പോൾ ചോദനം 50 ആണ്. വരുമാനം 200 ആകുന്നു, അപ്പോൾ ചോദനം 70 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് എന്ത് ഗുഡായിരിക്കും, നോർമൽ ഗുഡാണല്ലേ. അപ്പോൾ നോർമൽ ഗുഡ് എന്താണെന്ന് പഠിച്ചൊരാൾക്ക് മാത്രമല്ല, ഈ സാധാരണ വസ്തുക്കൾ എന്താണെന്ന് പഠിച്ചൊരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ നോക്കിയേ, ടേബിൾ നമ്പർ ബിയിലെ നോക്കിയേ, വരുമാനം കൂടുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചോദനം കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഗുഡായിരിക്കും, ഇത് ഇൻഫീരിയർ ഗുഡാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കോൺസെപ്റ്റ് പഠിച്ച് അത് പ്രാക്ടിക്കൽ ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുള്ളൂ.
കഴിഞ്ഞോ? ഇല്ല. വീണ്ടും ഒരു ചോദ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നോക്കി പോണേ. ഡിഫൈൻ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ ഇൻഡിഫറൻസ് കർവിന്റെ ഒക്കെ ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് എന്ത് ചെയ്തില്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നില്ല. മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, MRS കാണാൻ നമുക്കറിയാം. MRS എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്, അല്ലെങ്കിൽ നിസ്സംഗത വക്രത്തിന്റെ ചെരിവാണ് നമുക്കറിയാം അല്ലേ. അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ΔY/ΔX. പക്ഷെ ഇവിടെ എക്സും വൈയും തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കുട്ടിനെ എക്സും രണ്ടാമത്തെ കുട്ടിനെ വൈ എടുത്ത് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യാനറിയണം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ലെവൽ കീപ്പ് ചെയ്തിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകും. നിങ്ങൾ +2 എത്തിയപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറഞ്ഞുള്ള കാര്യം ഇതായിരിക്കും, +1 നിങ്ങൾ പഠിച്ച പോലെയല്ല എക്കണോമിക്സ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന എക്കണോമിക്സ് ഒരു എത്തും പിടിയും കിട്ടില്ല മക്കളെ, അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്കും തന്നെ ആദ്യം കുറച്ച് സംശയം ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ പഠിച്ച എക്കണോമിക്സും പരീക്ഷയ്ക്ക് ചോദിച്ച എക്കണോമിക്സും രണ്ടറ്റങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതും കൂടി ഞാൻ പറഞ്ഞാൽ നോക്കിക്കോ. അതായത് നമ്മളെ പരീക്ഷ എന്തായാലും ഇനിയുള്ള എല്ലാ പരീക്ഷ നോക്കിക്കോ. നമുക്കിനി വരാൻ പോകുന്നത് ക്രിസ്മസിന്റെ പരീക്ഷ വരാൻ പോകുന്നുണ്ട്. അതുപോലെ നമുക്കൊരു മോഡൽ എക്സാം വരാൻ പോകുന്നുണ്ട്. ഇതിലൊക്കെ എന്ത് സംഭവിച്ചാലും പറ്റില്ല, മാർച്ചിൽ നമ്മുടെ എന്തുണ്ട്, ഫൈനൽ എക്സാം 2026 മാർച്ചിൽ നമ്മുടെ ഫൈനൽ എക്സാം വരാൻ പോകുന്നുണ്ട്. ഈ ഫൈനൽ എക്സാം എന്തായിരിക്കും, നമ്മുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം തന്നെയായിരിക്കും. ഇതേ പാറ്റേണിലുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. A+ പോയിട്ട് നമുക്കൊരു A ഗ്രേഡ് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്കിന് തന്നെ കുറച്ച് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയൊന്നല്ലല്ലോ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം വരെ നമുക്ക് കോവിഡിന്റെ സമയത്ത് കുറേ കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ എന്ത് ചെയ്തു, അത് പിന്നെയും തുടർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് എഴുതാൻ പറ്റി. പക്ഷേ ഈ വർഷം ഓണ പരീക്ഷയ്ക്ക് നമുക്ക് ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരെ ഉള്ള ഈ ട്രാക്കിൽ ഓടിയിട്ട് കാര്യമില്ല. ഇതൊരു 100 മീറ്ററിന്റെ സ്പ്രിന്റ് ഒന്നുമല്ല, ഇത് 10,000 മീറ്റർ നിങ്ങൾ ഓടേണ്ടതാണെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ട്രാക്ക് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോകണം. അപ്പോൾ അതാണ് ഞാനവിടെ ചേർത്തത്. നിങ്ങളുടെ പഠനം എന്തായിട്ടുണ്ടെന്നതിൻ്റെ കാര്യം, നിങ്ങളുടെ പഠനം സ്റ്റാൻഡേർഡ് ആണോ അല്ല എന്നതിൻ്റെ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. പിന്നെ എൻ്റെ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ള കാര്യം തന്നെ, നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, ഓണപരീക്ഷയുടെ മാർക്ക് കിട്ടിയാലും അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേടാവണ്ട. ഇനിയുള്ള നമ്മുടെ മുമ്പിൽ 3 പരീക്ഷ വരാനുണ്ട്. അതിൽ ആദ്യത്തെ 2 പോയി കഴിഞ്ഞാലും അവസാനത്തെ ഫൈനൽ എക്സാം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള മാർക്ക് നിങ്ങൾ ഇപ്പോൾ സ്കോർ ചെയ്യണമെങ്കിൽ അന്നത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് പരീക്ഷ ഹാള് പുറത്തിറങ്ങി വരാൻ, ചിരിയോടെ അല്ലെങ്കിൽ പുഞ്ചിരിയോടെ പുറത്തിറങ്ങി വരാൻ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇപ്പൊ തന്നെ പണിയെടുത്ത് തുടങ്ങിയോ, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ +2 എക്കണോമിക്സ് എന്ന് മാത്രമല്ല എല്ലാം പഠിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽഫ് സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.